ബസ്സിനുള്ളിലെ CCTV ഓണാണെന്നുള്ള വിവരം ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു. ക്യാമറ ഓഫാണെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തവർ. ബസ് ഡ്രൈവറെ കേസിൽ കൊടുക്കാൻ പോലീസ് വ്യാജമായി തെളിവുകൾ സൃഷ്ടിച്ചതായി പരാതി. കോട്ടയം പാമ്പാടി പോലീസിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 27-ാം തീയതി രാത്രി 8:45 ഈ സംഭവങ്ങളുടെ തുടക്കം. കോട്ടയം പള്ളിക്കത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന മേരി മാത ബസ് 27-ാം തീയതി രാത്രി 8:45 പള്ളിക്കത്തോട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബൈക്കിലെത്തിയ 2 യുവാക്കൾ ഈ ബസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. ഞങ്ങളുടെ ബൈക്കിനെ നീ ഓവർടേക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ബസ് ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പാമ്പാടി സ്വദേശികളായിട്ടുള്ള വരുൺ വി സെബാസ്റ്റ്യൻ, അലക്സ് സെബാസ്റ്റ്യൻ എന്നീ 2 യുവാക്കളെ ഈ ബസ് ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് പരാതിയുണ്ട്, അതായത് ഈ അക്രമികളായ 2 പേർക്ക് പരാതിയുണ്ട്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ബസ് ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നത്. പിന്നീട് ഈ ബസ് ഡ്രൈവറെയും കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വ്യാജമായി തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് ബസ് ഡ്രൈവറെ കുടുക്കിയിരിക്കുന്നത് എന്ന് ബസ് ഉടമ ആരോപിക്കുന്നത്. ഇതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളും ഇപ്പോൾ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിൽ നിന്ന് തന്നെ പുറത്തേക്ക് വലിച്ചിറക്കി മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്ക് യാത്രികരിൽ ഒരാളുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും മുറിവ് പറ്റുകയും ചെയ്തിരുന്നുവെന്നാണ് ബസ് ഡ്രൈവർ പറയുന്നത്. എന്നാൽ പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബസ് ഡ്രൈവർ ജാക്കി ലിവർ എടുത്ത് ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പോലീസ് ഈ ബസ്സിനുള്ളിൽ പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് ബസ്സിൻ്റെ ഏതാണ്ട് നടുഭാഗത്തായി കിടന്ന ഒരു തടി കൊണ്ടുള്ള ബ്രഷ് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എടുക്കുകയും ഇത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വ്യാജമായി തെളിവ് സൃഷ്ടിച്ചുകൊണ്ട് ഡ്രൈവറെ കുടുക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന് ഇപ്പോൾ ഈ ബസ് ഉടമ ആരോപിക്കാൻ കാരണമായിരിക്കുന്നത്. ഈ ബസ് ഉടമ കുര്യാക്കോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ 27-ാം തീയതി രാത്രി 8:05 കോട്ടയത്ത് നിന്ന് പോരുന്ന ബസ് പാമ്പാടി പാസ് ചെയ്ത് 8:45 പാസ് ചെയ്ത് പോകുമ്പോൾ കൂരപ്പട വഴിക്ക് കയറി പോകുമ്പോൾ ബൈക്കിൽ 2 ആൾക്കാർ 2 പേര് ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈഡ് കൊടുക്കുന്നില്ല, ഞാൻ പോയാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സൈഡ് കിട്ടിയെടുത്ത് മാക്കപ്പടി സ്റ്റോപ്പിന് ഇപ്പുറം വന്നപ്പോൾ സൈഡ് കിട്ടിയപ്പോൾ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ സ്റ്റോപ്പിൽ കൊണ്ടു നിർത്തി ആൾക്കാർ ഇറങ്ങാണ്ട് പറഞ്ഞു. ഇറക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടി വന്ന് വിലങ്ങിട്ട് 2 പേരോട് വന്നിച്ച് നീ എൻ്റെ വണ്ടി പോയാൽ പോരായിരുന്നോ, നീ എന്തിനാ എൻ്റെ വണ്ടിക്ക് സൈഡ് കയറി എന്ന് ചോദിച്ചാണ് അവൻ്റെ തല്ലുകയാണ്. അത് കഴിഞ്ഞ് അവൻ ഡോറ് തുറന്ന് അതിലൊരാൾ ഡോറ് തുറന്ന് വണ്ടിക്കകത്തോട്ട് കയറാണ്ടിരിക്കും. ഡോറ് വലിച്ചു തുറന്നപ്പോഴത്തേന് ഡോറിൻ്റെ മൂല ഏറ്റവും ആ സൈഡ് ഡ്രൈവർ ഡോറിൻ്റെ മൂല അതിലൊരാളുടെ തലക്കിട്ട് കൊണ്ട് തലയ്ക്ക് പരിക്ക് പറ്റി, തല പൊട്ടിയിട്ടുണ്ട്, ബ്ലഡ് രക്തം പോകുന്നുണ്ടായിരുന്നു. തല്ലും എല്ലാം കൊണ്ട് കഴിഞ്ഞ് വെച്ച് വീണ്ടും തിരിച്ച് അവൻ ഡ്രൈവിംഗ് സീറ്റിന് അടിക്കടെ വന്ന് കയറിയ വേലിക്ക് അടിക്കടെ വന്ന് സീറ്റാ വന്ന് കയറിയിരുന്നു. ഡ്രൈവർ രക്ഷപ്പെടാൻ വേണ്ടി അവൻ അവിടെ വന്നിരുന്നു. ഡ്രൈവർ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് തല്ലി പൊട്ടിച്ച് വീണ്ടും ഒരു വണ്ടിക്കകത്ത് കയറി ഡ്രൈവറെ വീണ്ടും അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ക്രൂരമർദ്ദനം തന്നെയായിരുന്നു. അത് യാത്രക്കാർ കാങ്ക തന്നെയായിരുന്നു. യാത്രക്കാരെല്ലാം പ്രതികരിച്ചിട്ട് പോലും ഇവൻ വിടാൻ കൂട്ടാക്കിയിട്ടായിരുന്നു. ഇവർ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ അന്ന് പുറത്തുവിടുകയും ചെയ്തതാണ്. ഈ സംഭവത്തിൽ താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ 2 അക്രമികളെ ബൈക്കിലെത്തി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അതെ, 2 പേരും റിമാൻഡ് ചെയ്തു. എൻ്റെ പരാതിയുടെ പുറത്ത് 2 പേരെ അറസ്റ്റ് ചെയ്തു, 2 പേരെ 2 ദിവസം റിമാൻഡ് ചെയ്തു. സബ് ജയിലിലാക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ ഡ്രൈവറുടെ പേര് കേസുണ്ടെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവർക്ക് പരാതിയുണ്ട്, അവരുടെ തല പൊട്ടിയിട്ടുണ്ട്, അത് ഡ്രൈവറെ തല്ലിയിട്ടാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവൻ്റെ പേര് കേസെടുത്തു, അവനെയും ജയിലിലാക്കി. അടി കൊണ്ട ഡ്രൈവറും റിമാൻഡിലായി. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡ്രൈവർക്ക് ജാമ്യം എടുത്ത കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പ്രതികൾ രണ്ടുപേരും അവരും ജാമ്യം എടുത്തിറങ്ങി. പക്ഷേ എൻ്റെ വണ്ടി ഇപ്പോഴും ഇന്ന് 9 ദിവസമായി എൻ്റെ വണ്ടി കിടക്കുകയാണ്. വണ്ടി വിട്ടു നൽകാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. 9 ദിവസമായിട്ട് എൻ്റെ വണ്ടി കിടക്കുകയാണ്. അപ്പോൾ അവർ ഈ ഡ്രൈവറെ കൊടുക്കാൻ വേണ്ടി പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചു ഇല്ലെങ്കിൽ നിർമ്മിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അതെന്താണ് സംഭവം? സത്യമാണ്. ഈ മാസ്റ്റർ എഴുതാനായിട്ട് വണ്ടിക്കകത്ത് കയറി, പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന വണ്ടിക്ക് മാസ്റ്റർ എഴുതാൻ കയറിയപ്പം ഞാനും എൻ്റെ 3 ജോലിക്കാരും കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ കയറാണ്ടിറങ്ങിയപ്പോഴത്തേക്കിന് പറഞ്ഞു, കയറണ്ട, നിങ്ങളാരും കയറേണ്ടത് വെളിയിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ കയറ്റിയില്ല. അത് കഴിഞ്ഞ് അവർ മാസ്റ്ററൊക്കെ മാസ്റ്റർ എഴുതിയോട്ട് ഇറങ്ങി വരുമ്പം ഒരു ഹെൽമെറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. അതിനകത്ത് ആ ഹെൽമെറ്റിനകത്ത് തന്നെ ഒരു വണ്ടി തൂക്കുന്ന ഒരു ബ്രഷും ഉണ്ടായിരുന്നു. അതും കൂടി എടുത്തുകൊണ്ടാണ് അവരിറങ്ങിയത്. അവരുടെ വണ്ടിക്കിടെ ക്യാമറ ഓണായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനത് ക്യാമറ എൻ്റെ മൊബൈലിനകത്ത് നോക്കി ഇവരെന്താ ചെയ്തെന്നുള്ളവർ. അപ്പോൾ ഇവർ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ കിടന്നിരുന്ന ബ്രഷ് എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകിൽ കൊണ്ട് വെച്ചിട്ട് അതാണ് ഇവർ തൊണ്ടിയായിട്ട് ഇത് മതിയെന്ന് പറഞ്ഞാണ്, ഇത് മതി നമുക്കിത് ആയുധമായിട്ട് ഇത് മതിയെന്ന് പറഞ്ഞാണ് അവർ ഇതെടുത്തുകൊണ്ട് പോയിട്ടാണ് ഇതൊരു തൊണ്ടിയായിട്ട് ഇവർ എടുത്തുകൊണ്ട് പോവുകയാണ്. ആദ്യം പറഞ്ഞിരുന്നത് ജാക്ക് ലിവർ വെച്ച് അടിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ജാക്ക് ലിവർ എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ വണ്ടിക്കകത്തില്ല. അപ്പോൾ അത് കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് പിന്നെ ചെയ്ത് അവർ ഇതായിരുന്നു. ബസ്സിനുള്ളിലെ CCTV ക്യാമറ റെക്കോർഡിംഗ് ആയിരുന്നു. പക്ഷേ അത് അറിയാതെ ആയിരിക്കാം അല്ലേ? അത് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കാണില്ല, അവർ അറിഞ്ഞിട്ടില്ല, അത് ഓഫാണെന്നുള്ള രീതിയിലായിരുന്നു അവർ ചെയ്തത്. പക്ഷെ അത് ഓണായിരുന്നു. ഞാനത് ഓണാക്കിയിട്ടിട്ടായിരുന്നു തലേദിവസം പോകുന്നത്. അതുകൊണ്ട് എന്താണ് അടുത്ത നീക്കം? എന്താണ് ഇപ്പോൾ 8 ദിവസമായി വണ്ടി ഇപ്പോഴും വിട്ടു നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല? ഞങ്ങളത് കോടതിയിൽ മൂവ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച വരെ കോടതി അവധിയാണ്. അപ്പം എൻ്റെ വണ്ടി വിട്ടുതരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത്രയും താമസിപ്പിച്ചതാണ്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം. എൻ്റെ വണ്ടി ഒന്ന് വിട്ടുകിട്ടാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തരികയില്ല, കോടതിയിൽ നിന്ന് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രതികൾ തല്ലുകൊണ്ടവരും തല്ലിയവരും എല്ലാം ജാമ്യത്തിലിറങ്ങി അവരൊക്കെ അവരുടെ ജോലിയായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ വണ്ടി ഇപ്പോഴും കിടക്കുകയാണ്, പിടിച്ചിട്ടിരിക്കുകയാണ് അവിടെ. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി KS സുരേഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ അസോസിയേഷൻ്റെ ഒരു നിലപാട് എന്താണ്? ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന് പേരിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ബസ്സിൽ കയറി മർദ്ദിച്ച ആളുകൾക്കെതിരെയും അതോടൊപ്പം ബസ് ഡ്രൈവർക്കെതിരെയും കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഈ ബസ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. പോലീസ് ബസ് കോടതി കൊടുത്തേ തരുവുള്ളൂ എന്ന് പറയുകയും ഇന്നലെയാണ് കൊണ്ട് പോലീസ് റിപ്പോർട്ട് കോടതി കൊടുത്ത് ഇനിയിപ്പോൾ ആ ബസ് കോടതി റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ സാധിക്കുന്ന അവസ്ഥയാണ്. അതായത് ഏതാണ്ട് ഒരു 13-14 ദിവസം ഈ ബസ് പോലീസ് കസ്റ്റഡി കിടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബസ് കോട്ടയത്തു നിന്നും പാമ്പാടി വന്ന് കൂരോപ്പട പള്ളിക്കത്തോട് വഴി കവുങ്ങുംപാലം ചെങ്ങള ആശുപത്രിക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. കവുങ്ങുംപാലം വഴി ഏതാണ്ട് ചെങ്ങള ആശുപത്രിക്ക് 6 കിലോമീറ്റർ ദൂരം ഈ ഒരു ബസ്സല്ലാതെ മറ്റ് യാത്രാമാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു ബസ്സിനെ ആശ്രയിച്ചാണ് ഈ 6 കിലോമീറ്റർ ദൂരമുള്ള യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പം ഈ പോലീസിൻ്റെ ഈ നടപടി മൂലം ഈ ഓണസമയത്ത് ഉടമയ്ക്കുണ്ടായ നഷ്ടം കൂടാതെ യാത്രക്കാരുടെ യാത്രാ സൗകര്യം കൂടിയാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് പ്രതിഷേധമുണ്ട്. ഞങ്ങൾ കൂടി ആലോചിച്ച് അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ അസോസിയേഷൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഹൈക്കോടതി അടക്കം സമീപിച്ച് ഇങ്ങനെയൊരു സാഹചര്യം ഇനി മേലിലെ ബസ് ഉടമകൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. മർദ്ദനമേറ്റ ഡ്രൈവർ റിമാൻഡിൽ പോവുകയും ബസ് ദിവസങ്ങളോളം പോലീസ് കസ്റ്റഡിയിൽ കിടക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ നിയമപോരാട്ടം നടത്തുമെന്നുള്ളതാണ് ഈ ബസ് ഉടമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ അടക്കം നൽകിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ചും ഈ ബസ് ഉടമ സംഘടന ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കോട്ടയം പാമ്പാടിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.